ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ചോദ്യവും അതിനോടനുബന്ധിച്ച 4 ഓപ്ഷനുകളും നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന LDC എക്സാമുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണെന്നുള്ളത്. PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന 4 വർഷങ്ങളാണ് ഈ 4 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, 1924 വൈക്കം സത്യാഗ്രഹം. രണ്ടാമത്തെ വരുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള എന്ന് പറയുന്നത് എന്താണ്? 1859 ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചാന്നാർ ലഹള തന്നെയാണ് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നതും. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നമുക്കറിയാം. മലബാർ കലാപം 1921. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായ കാലഗണനക്രമം ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാന്നാർ ലഹളയാണ്. 1859 ചാന്നാർ ലഹള വരുന്നത്. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ രണ്ടാമത്തെ ഓപ്ഷൻ വന്നേക്കണം. രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് നിലവിലുള്ളൂ. ഒന്ന് ബിയും ഒന്ന് ഡിയുമാണ്. ഓക്കെ, അപ്പോൾ ചാന്നാർ ലഹളയാണ് 1859. അതിനുശേഷം വരുന്ന സംഭവം ഏതാന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ്. അത് 1921. അപ്പൊ 2ഉം 4ഉമാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബി മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആദ്യം വന്നത് ചാന്നാർ ലഹളയാണ് 1859. രണ്ടാമത് ഏതാണ്? മലബാർ കലാപം. മൂന്നാമത് വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. നാലാമത് വന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ 4 ഓപ്ഷനുകൾ കൂടി ഒന്ന് നോക്കാം. കാരണം എന്തായാലും എക്സാമിന് ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് അടുത്തൊരു എക്സാമിന് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നാണ് നമ്മൾ പറഞ്ഞു. 1924 വൈക്കം സത്യാഗ്രഹം. അതായത് ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് നമുക്കറിയാം 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1930 മാർച്ച് 30 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ചിലപ്പോൾ ചോദിക്കാം താഴെ പറയുന്ന ഓപ്ഷനിൽ നിന്നും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാൻ, ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെടാത്തത് ആരാണ് എന്നൊക്കെ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി എന്തായിരുന്നു ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര് അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിലൂടെ മറികടന്ന് എന്ത് ചെയ്യുക? ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോകുക എന്നതായിരുന്നു അവരുടെ സമരമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു അവരുടെ സമരമുറ. ഇനി ഐക്യത്തിനെതിരായി TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചത്. എത്ര തവണ ഇത് PSC ചോദിച്ചിട്ടുണ്ടെന്ന് PSCക്ക് പോലും അറിയത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐക്യത്തിനെതിരായി TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. 1923 വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്? അതാണ് ആരൊക്കെയാണ്? TK മാധവനും അതേപോലെ തന്നെ KP കേശവമേനോനുമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ
നടത്തിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെച്ചോ. അടുത്ത നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ചാന്നാർ ലഹളയാണ്. നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1859 ചാന്നാർ ലഹള. എന്നാൽ ഒന്നാം ചാന്നാർ ലഹള നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1822 ഓക്കെ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇത് ഓപ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ, മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? അപ്പോൾ മേൽമുണ്ട് സമരം എന്നും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പറഞ്ഞത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാന്നാർ ലഹളയാണ് 1859. ഓക്കെ. ഇനി മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചാന്നാർ ലഹള എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുവാദം നൽകിയ ദിവസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 1859 ജൂലൈ 26. അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുവാദം നൽകിയ ദിവസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859 ജൂലൈ 26. അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുവാദം നൽകിയത്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ. ഇനി ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. ഇനി ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഒന്നുകൂടി പറയാം, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. മലബാർ കലാപം നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1921. അതായത് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് മാപ്പിള ലഹള. ഓക്കെ. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപം ആരംഭിച്ചത് എന്നാ ചോദിച്ചാൽ 1921. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തിരൂരങ്ങാടി. അപ്പോ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. അപ്പൊ നമ്മൾ ഈ 4 ഓപ്ഷനുകളും എന്ത് ചെയ്തേണ്ട ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പോയുണ്ട്. വൈക്കം സത്യാഗ്രഹം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതേപോലെ ചാന്നാർ ലഹള എന്താന്ന് പറഞ്ഞു, അതേപോലെ ക്ഷേത്രപ്രവേശന വിളംബരവും മലബാർ കലാപവും 4 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തേണ്ട പഠിച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ഓക്കെ. അടുത്തത് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ്? 1921 ഏപ്രിൽ 13. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ നോക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ
സമരത്തിലെ മുദ്രാവാക്യമാണെന്നുള്ളത്. ഗാന്ധിജിയാണ് ആ മുദ്രാവാക്യം മുഴക്കിയത്. ഡു ഓർ ഡൈ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബിയും ഡിയും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് നമുക്ക് എന്താണ്? ആൻസർ അല്ല എന്നുള്ളത് നമുക്കത് മാറ്റിവെക്കാം. ഇനി എയും സിയും മാത്രം നമുക്ക് നോക്കിയാൽ മതി. അടുത്ത് നോക്കിയേ, അതായത് 1948 ജനുവരി 20 ഗാന്ധിജിയുടെ ഒരു വധശ്രമം നടന്നു എന്നുള്ളത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. കാരണം ജാലിയൻ വാലാബാഗ് അന്നല്ല എന്നുള്ളത് നമുക്കറിയാം, 1919 അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാ. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ശരിയാണ്. ഇനി അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വട്ടമേശ സമ്മേളനങ്ങൾ ആകെ 3 ലണ്ടനിൽ വെച്ച് നടന്നത്. ഒന്ന് 1930 ഒന്നാമത്തെ, രണ്ടാമത്തെ 1931, മൂന്നാമത്തെയാണ് 1932. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ സിയിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ നോക്കുക, ഈ 48 അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാം വട്ടമേശ സമ്മേളനം 4 എന്നുള്ളത് എന്ത് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്? 1ഉം 4ഉം മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ. അല്ലെങ്കിൽ വേണ്ട, ഈ പറയുന്ന ലാസ്റ്റത്തെ മാത്രം അറിയാവുന്നുള്ളൂ നോക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനം അതെല്ലാവർക്കും അറിയാം. 1 30, 2 31, അതേപോലെ തന്നെ എന്താണ് 3 എന്ന് പറയുന്നത് 32 അപ്പോൾ ഇത് മാത്രം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാലാമത്തെ ഓപ്ഷൻ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നാലാമത്തെ ഇത് ഇവിടെ ശരിയാണ്, ഒന്നാമത്തെ മാത്രം മതി. മൂന്നാമത്തെ ഈ പറയുന്ന ആൻസർ നമുക്ക് എന്താണ് അറിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം 1ഉം 4ഉം ഇവിടെ എന്താണ്? ശരിയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറായില്ലെങ്കിൽ നിയമലംഘന സമരം പുനരാരംഭിക്കണമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കാൻ കാരണമായത് ക്രിപ്സ് മിഷന്റെ പരാജയമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്നാ ചോദിച്ച മക്കളെ? 1942. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി, PSC എപ്പോഴും ചോദിക്കാറുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരാ ചോദിച്ചാൽ അത് ലിൻ ലിത്കോ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ അനുയായികൾ ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമായിരുന്നു അവരോട് എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം. അത് ഗാന്ധിജിയാണ് ആ മുദ്രാവാക്യം നൽകിയത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അരുണ ആസഫലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം എന്നാ ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഡു ഓർ ഡൈ എന്നുള്ളതും ഒന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം നമ്മുടെ അടുത്ത് ചോദിച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ ഡേറ്റ് ആയിരുന്നു. ഇത് ഒന്നാം വട്ടമേശ സമ്മേളനം 1930. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിരെ പ്രതികരിച്ച് പങ്കെടുത്ത വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ഇർവിൻ ആയിരുന്നു. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇറുക്കി പിടിച്ചിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇർവിൻ പ്രഭു ആണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം 1931 രണ്ടാം വട്ടമേശ സമ്മേളനം സെപ്റ്റംബർ 7. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് മദൻ മോഹൻ മാളവ്യ. ഇനി അടുത്താണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം. അതായത് INC പങ്കെടുത്തിട്ടില്ലാത്ത വട്ടമേശ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത, അതായത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയ നേതാക്കളാണ് ഡോക്ടർ BR അംബേദ്കർ, അതേപോലെ തന്നെ തേജ് ബഹദൂർ സാപ്രു. ഈ ചോദിച്ചിട്ടുണ്ട് അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് തേജ് ബഹദൂർ സാപ്രു. തേജ് ബഹദൂർ സാപ്രു. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919. ഓക്കെ, ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്
റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് അമൃത്സർ ആണ്. അമൃത്സർ എവിടെയാ? പഞ്ചാബിലാ. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും അതേപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ലുമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോട് അനുബന്ധിച്ച് നടത്തിയ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിക്കാം. അത് ആരാണ്? ഡോക്ടർ സത്യപാലും അതേപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ലുവാണ്. ഓക്കെ, ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്ലോഡയർ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മൈക്ലോഡയർ ഇമ്പോർട്ടന്റ് ആരാന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയ ആരാണ്? പഞ്ചാബ് ഗവർണറാണ് മൈക്ലോഡയർ. എന്നാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ അത് റെജിനാൾഡ് ഡയർ ആണ്. റെജിനാൾഡ് ഡയറും മൈക്ലോഡയറും രണ്ടും മാറിപ്പോയത്. ഒന്ന് പഞ്ചാബ് ഗവർണർ, ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്ലോഡയർ. എന്നാൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ്. ഓക്കെ, രണ്ടും തിരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു. 1948 ജനുവരി 20 മഹാത്മാഗാന്ധിയെ വധിക്കാനായിട്ടൊരു ശ്രമം നടന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നമുക്ക് എന്താണ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് കൂടി പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ്, അതായത് ഗാന്ധി ജനിച്ചത് എന്നാ ചോദിച്ചാൽ 1869 ഗുജറാത്തിലെ പോർബന്തറിൽ ആരുടെ? കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായിട്ട് ആര് ജനിച്ചു? ഗാന്ധിജി ജനിച്ചു. ഓക്കെ, അപ്പോൾ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. 1917 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ബീഹാറിലെ ചമ്പാരനിലെ കർഷകർക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം. അപ്പോ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ 1917 ബീഹാർ ചമ്പാരൻ നീലം കർഷകർക്ക് വേണ്ടി. അടുത്തത് 1918 അഹമ്മദാബാദ് മിൽ സമരം, അതായത് തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യ നിരാഹാര സമരം ഗാന്ധിജി നടത്തിയത് എവിടെയാന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ നിരാഹാര സമരമാണ്. നടന്ന വർഷം 1918. അടുത്താണ് കേദ സത്യാഗ്രഹം. ഓർത്തു വെച്ചോ, 1918. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 1933 ഹരിജൻ എന്ന പേരിൽ വാരിക ആരംഭിച്ചു. 1948 ജനുവരി 30 78ാമത്തെ വയസ്സിലാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ആര് മരിക്കുന്നത്? ഗാന്ധിജി മരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഗാന്ധിജിയുടെ ക്ലാസ് ഒക്കെ നമ്മൾ എടുത്തു പോയേക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് കിട്ടും. നോട്ട്സും നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നതാണ് നമ്മുടെ പ്രസ്താവന. ഇതിൻ്റെ അകത്ത് ബന്ധമില്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, 1949 ഇത് സ്ഥാപിതമായത്. ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയാണ്. കാരണം 1949 ഏപ്രിൽ 4 എന്ത് വരുന്നത്? നാറ്റോ എന്ന് പറയുന്ന സംഘടന, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1949 ഏപ്രിൽ 4 ഈ പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്തത്, ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. ഈ ഒരു പ്രസ്താവന എന്താണ്? ഇതിന്റെ ആസ്ഥാനം ജനീവ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസിലാണ്. ബ്രസൽസ്. അപ്പോൾ ബ്രസൽസിലാണ് എന്ത് ചെയ്യുന്നത്? നാറ്റോയുടെ ആസ്ഥാനം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് തെറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റായിട്ടുള്ള 2 ചോദ്യങ്ങൾ മാത്രമാണ് ഇനി ഇതിൻ്റെ അകത്തുള്ളൂ. ഓപ്ഷൻ ബിയും ഡിയും ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട, ഡി ഓർ ബി ആയിരിക്കും നമ്മുടെ എന്ത് ആൻസർ. അടുത്ത് നോക്കാം. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. ഇതിന് അവസാനമായി ചേർന്നത് നമുക്കറിയാം 2024 മാർച്ച് 7 സ്വീഡൻ ഇതിൻ്റെ അകത്ത് അവസാനമായിട്ട് ചേരുന്നത്. ഇന്ന് ഏകദേശം 31ഓളം രാഷ്ട്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. അടുത്ത്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായി ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്തിന്
പ്രവേശനമാണ്. ഇതും എന്താണ്, ഈ ഒരു പ്രസ്താവന എന്താണ്, തെറ്റാണ്. അപ്പൊ എന്താണ്, 2ഉം 4ഉമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. നാറ്റോ, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRന് രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ. അപ്പോൾ റഷ്യക്കെതിരായിട്ടാണ് ഈ ഒരു സംഘടന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ പറഞ്ഞു 49 ഏപ്രിൽ 4-നാണ് ഇത് രൂപീകരിക്കുന്നത്. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് ഏതെന്ന് പറയുന്നത്, നാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ രൂപീകരിച്ച പരസ്പര സഹായ സൈനിക സഖ്യം രാഷ്ട്രങ്ങൾക്ക് നേരെ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ തിരിച്ച് നാറ്റോ സഖ്യം ആ ശത്രു രാഷ്ട്രത്തെ ആക്രമിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. ഓക്കെ, 12 രാഷ്ട്രങ്ങൾ ചേർന്നാണ് ഈ ഒരു സംഘടന ആരംഭിച്ചത്. പക്ഷേ ഇന്ന് നിലവിൽ ഏകദേശം 31ഓളം രാഷ്ട്രങ്ങളാണ് സ്വീഡൻ ഉൾപ്പെടെ ഇതിൻ്റെ അംഗമായിട്ടുള്ളത്. ഇനി നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രസൽസ് ബെൽജിയത്തിലാണ്. നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയത്തിന്റെ. ഇനി നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇനി ചോദിക്കാം, താഴെ പറയുന്നവയിൽ നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതേത് അല്ലെങ്കിൽ ആയതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. നാറ്റോയിൽ അവസാനമായി അംഗമായത് സ്വീഡൻ ആണ്. സ്വീഡൻ എന്നാ അംഗമായത്? സ്വീഡൻ അംഗമായത് 2024 മാർച്ച് 7-നാണ് സ്വീഡൻ അംഗമായത്. ഓക്കെ, ഇനി നമുക്ക് സെന്റോ, നാറ്റോയും സെന്റോയും ഒക്കെ എന്താണ്, UN അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് സെന്റോ എന്നതിന്റെ, അതായത് നാറ്റോ സീറ്റോ സെന്റോ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് സെന്റോ ആണ് എന്തെന്ന് പറയുന്നത്, അതായത് സീറ്റോയാണ്, സെന്റോ അല്ലാട്ടോ, ഇത് സീറ്റോയാണ്. അത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ് സീറ്റോ. അതായത് സൗത്ത് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1954-ലാണ്. മനിലയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, സീറ്റോയുടെ ആസ്ഥാനം എവിടെയാ, ബാങ്കോക്ക് ആണ് സീറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോ. 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക്. പക്ഷെ ആദ്യം നിലവിൽ വന്നപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയായിരുന്നു? ആദ്യം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് നമ്മുടെ മനിലയിലായിരുന്നു 1954. പിന്നീട് അത് എവിടെയായി? സീറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാങ്കോക്കായി. ഓക്കെ, ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, സെന്റോ എന്ന് പറയുന്നത്. സെന്റോ നിലവിൽ വന്ന വർഷം 1955-ആണ്. ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്ന സംഘടന ഏതാന്ന് ചോദിച്ചാൽ അതാണ് സെന്റോ എന്ന് പറയുന്നത്. ബാഗ്ദാദ് ഉടമ്പടി എന്നറിയപ്പെടുന്ന, ചിലപ്പോൾ അടുത്തൊരു എക്സാമിന് ചോദിക്കാം, ബാഗ്ദാദ് ഉടമ്പടി എന്നറിയപ്പെടുന്ന സംഘടന താഴെ പറയുന്ന, ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്നത് സെന്റോയാണ്. ഓക്കെ, 1959 മുതൽ സംഘടന സെന്റോ എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. സെന്റോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്കാര, തുർക്കിയാണ്. സെന്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അങ്കാര, തുർക്കി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ, 4 ഓപ്ഷൻ നമ്മൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിപ്പോയി. നാറ്റോ എന്താണ്, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ആസ്ഥാനം, അവസാനമായിട്ട് വന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തേണ്ട, UN ഇതര അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള ആരെക്കുറിച്ച്, നാറ്റോയെ കുറിച്ചും പറഞ്ഞു, സെന്റോയെ കുറിച്ചും പറഞ്ഞു, സീറ്റോയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോയതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാന്നുള്ളത്. റോബിസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേതുങ്. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമാണ്. യെസ്, അപ്പോൾ അടുത്തതാണ് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാം, കാരണം നമ്മളിത് ഓൾറെഡി പഠിച്ചു പോയതാണ്. ഇതിൻ്റെ അകത്ത് അതായത് നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പഠിച്ചു പോയ ആ ഒരു ഫ്രഞ്ച് വിപ്ലവവും ചിന്തകരും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ അതിന്റെ ബാക്കിയുള്ള ടോപ്പിക്സിലാണ് നമ്മൾ അത് ചർച്ച ചെയ്തു പോയത്. നിങ്ങൾക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മുടെ Day 1 ഫസ്റ്റ് ഡേയിലെ ക്ലാസ് ആണ്. ഓക്കെ,
അപ്പോൾ ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. അതേപോലെ വോൾട്ടയറിന്റെ യഥാർത്ഥ നാമം എന്താണുള്ളത്, നിലവിൽ PSC ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വോൾട്ടയറിന്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നുള്ളത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന ആളാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, നമ്മുടെ മൊണ്ടസ്ക്യൂ ആണ് അങ്ങനെ വാദിച്ചത്. അതായത് ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് പറഞ്ഞത് മൊണ്ടസ്ക്യൂ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന കൃതി താഴെ പറയുന്നവയിൽ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കൃതിയാണ് മക്കളെ? അതാണ് മൊണ്ടസ്ക്യൂവിന്റെ കൃതിയാണ്. നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആരാ? റൂസോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന മൂന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നു? നമ്മുടെ മൊണ്ടസ്ക്യൂവിന്റെ കൃതിയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? വോൾട്ടയർ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്തെന്ന് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി റൂസോ, നമുക്കറിയാം റൂസോനെ കുറിച്ചും നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, റൂസോ ജനിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലാണ് റൂസോ ജനിക്കുന്നത്. സോഷ്യൽ കോൺട്രാക്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ചിലപ്പോൾ അടുത്തൊരു എക്സാമിന് ചോദിക്കാം. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ച ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് റൂസോന്റെ ഗ്രന്ഥമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി എന്നതാണ് സോഷ്യൽ കോൺട്രാക്റ്റിന്റെ മലയാളം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഈ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമങ്ങളുടെ അന്തസത്ത എന്ന ലെവലിലേക്ക് ചോദിക്കാതെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് എന്താണ് മൊണ്ടസ്ക്യൂ എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് സാമൂഹ്യ ഉടമ്പടിയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ആരുടെയാ? റൂസോന്റെയാണ്. കാരണം നമ്മുടെ അടുത്ത് PSC നമ്മളെ എപ്പോഴും എന്താണ് ട്രാപ്പിലാക്കാനാണ് PSC ശ്രമിക്കത്തുള്ളൂ. അപ്പൊ നമ്മളെ അതിന് മാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് PSCയുടെ എന്താണ് ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമുക്ക് മാർക്ക് കിട്ടാനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി എന്ന് പറയുന്ന കൃതി. അപ്പൊ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? എമിലിയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? റൂസോയാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ് ആണ് അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. 1890 വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനത്തിന്റെ അഷ്ടനഗർ എന്ന സ്ഥലത്ത് ഉസ്മാൻ സായി ഗ്രാമത്തിൽ ബഹ്റാം ഖാൻ എന്നയാളുടെ 4ാമത്തെ പുത്രനായിട്ടാണ് ആരുടെ ജനനം എന്ന് പറയുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ജനനം. മതപാഠശാലയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും കരസ്ഥമാക്കിയ ഗാഫർ ഖാൻ പേഷ്വാറിലെ ഒരു മിഷൻ സ്കൂളിലാണ് ഉപരി വിദ്യാഭ്യാസം നടത്തിയത്. 1919 റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭ സമയത്ത് മഹാത്മാഗാന്ധിജിയെ കണ്ടുമുട്ടുകയും 1987 ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? ഭാരതരത്ന ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കി ഇതിന്റെ അകത്ത് പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് 1987 ഭാരതരത്ന ലഭിച്ചു, ശരിയാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു, അതും എന്താണ്? ശരിയാണ്. ഇനി അദ്ദേഹം 1988 ജനുവരി 20 അദ്ദേഹം മരിക്കുന്നത്? നമുക്ക് നോക്കാം. 1969 നെഹ്റു അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന സംഘടനകളാണ് ഹുദായി ഖിദ്മതർ, അതേപോലെ തന്നെ നാഷണൽ അവാമി പാർട്ടിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് സംഘടനകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹം മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചത് 1988 ജനുവരി 20 ആര് അന്തരിക്കുന്നത്? നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അന്തരിക്കുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എന്താണ് നിലവിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം എന്താണ് ശരിയാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. 1988 ജനുവരി 20 അദ്ദേഹം അന്തരിക്കുന്നത്. 87 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ഖുദായി ഖിദ്മത്ഗറും അതേപോലെ തന്നെ പ്രധാന സംഘടന നാഷണൽ അവാമി പാർട്ടി. ഈ സംഘടന സ്ഥാപിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ അബ്ദുൽ ഗാഫർ ഖാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്താവന എല്ലാം ശരിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയേത്? ഓക്കെ, ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഫസൽ അലി, എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് നിലവിൽ വന്നത് 1953 നിലവിൽ വന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി എന്ന് പറയുന്നതാണ് ഇതിന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ. മലയാളിയായിട്ടുള്ള ആളായിട്ടുള്ള കെ എം പണിക്കരും ഇതിൻ്റെ അകത്ത് എന്താണ്? അംഗമാണ്. അപ്പോൾ എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കരും ഇതിൻ്റെ അകത്ത് അംഗമാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസൽ അലി കമ്മീഷനിൽ എച്ച് എൻ കുൻസ്രു, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഫസൽ അലി, അതേപോലെ കെ എം പണിക്കർ, ഇത്രയും പേര് ഇതിൻ്റെ അകത്ത് അംഗമാണ്. അപ്പൊ ഈ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം 1956 അങ്ങനെയാണ് ആദ്യമായിട്ട് ഏത് വരുന്നത്? ഈ പറയുന്ന നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം 1956 നവംബർ 1 രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടന പാസാക്കിയത് 56. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായത്. ഇനി മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന മഹാരാഷ്ട്രക്ക് PSC ചോദിക്കാറിലാണ്. 1960 മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വന്നത്. പഞ്ചാബ് നിലവിൽ വന്നത് 1966. മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നിവ വന്നത് 1972. അരുണാചൽ പ്രദേശ്, മിസോറാം സംസ്ഥാനം നിലവിൽ വന്നത് 1987. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963. അതേപോലെ തന്നെ എന്താണ് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഇവ മൂന്നും വന്നത് കുജ് എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. അതെല്ലാം വന്നത് എന്നാണ്? 2000 അപ്പോൾ CUJ 2000 എന്ന് ഓർത്തു വെച്ചാൽ ഇതെല്ലാം നിലവിൽ വന്നത് ഏതാണ്? ഈ പറയുന്ന 2000 2000 നവംബർ 1, 9, 15 ഈ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് 2000 എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകളാണ് കേട്ടോ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിത ഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മനുഷ്യനുൾപ്പെടെ ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ, പ്രകാശം, താപം എന്നിവയുടെ എല്ലാം ഓരോ ദിവസവും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ടോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ സ്ഥിതി ചെയ്യുന്നത്.
ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. വിവിധ തരം അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ കാര്യങ്ങളെന്നും എന്തൊക്കെയാണ് ട്രോപ്പോസ്ഫിയറിന്റെ കാര്യങ്ങളെന്നും. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ എന്താണ് വിവിധ തരം ശിലകളെ കുറിച്ച് നമുക്കൊരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ശിലകൾ, അതായത് ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക്. അതായത് എന്താണ് ശിലകളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? അതായത് വിവിധ തരം ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അനുസരിച്ച് ശിലകളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആഗ്നേയശില. അടുത്തതാണ് അവസാദശില, അടുത്തത് കായാന്തരിത ശില. ഓക്കെ, അപ്പോൾ ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില എന്ന് പറഞ്ഞുകൊണ്ട് 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ശിലകളെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്കറിയാം ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ അഗ്നി എന്നർത്ഥം അടിസ്ഥാനമാക്കി അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത്? ആഗ്നേയശില എന്ന് പറയുന്നത്. ശിലകളുടെ മാതാവ് എന്ന് പറയുന്നതും പ്രാഥമിക ശില എന്ന് പറയുന്നതും പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശില ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ആഗ്നേയശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? ആഗ്നേയശിലയാണ്. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. പർവ്വതന്യ ശിലകൾ എന്നറിയപ്പെടുന്ന ധാരാളം ലോഹ അയിരുകൾ ഏതിൽ കാണപ്പെടുന്നു? ആഗ്നേയശിലകളിൽ കാണപ്പെടുന്നു. അടുത്തത് ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബത്തോളിക്സ്, അതേപോലെ തന്നെ ഡൈക്സ്, ഗാബ്രോ, അതേപോലെ പെഗ്മൈറ്റ്, അഗ്നിപർവ്വത ജന്യ, ബ്രച്ചിയ, അതേപോലെ ടഫ്, ഇതൊക്കെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ പറയുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക ശില, ശിലകളുടെ മാതാവ്, പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാ? ആഗ്നേയശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില, ഫോസിലുകൾ കാണപ്പെടാത്ത ശില, അതും ഏത് തന്നെയാ? ആഗ്നേയശിലയാണ്. നമ്മൾ ശിലകളെ കുറിച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു പോയേക്കുന്നതാണ്. അടുത്താണ് ആഗോളതാപനം. അതായത് ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തെ ഭൗമപ്രതലം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നതാണ് ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ദേ കിടക്കണം നമ്മുടെ നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി തുടങ്ങിയവയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഏതൊക്കെയെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, അതേപോലെ ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ കുറച്ച് താപോർജ്ജം ബഹിരാകാശത്ത് സ്വതന്ത്രമാക്കപ്പെടുന്നു. ബാക്കി ഭാഗം ഹരിതഗൃഹവാതകങ്ങൾ ആഗീകരണം ചെയ്യുന്നു. ഇത് വീണ്ടും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വികിരണം വഴി എത്തുന്നു. ഇങ്ങനെ ഹരിതഗൃഹവാതകങ്ങൾ ഭൗമോപരിതലത്തിനടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തെ ആഗീകരണം ചെയ്യുന്ന പ്രക്രിയ പറയുന്നതാണ് ഹരിതഗൃഹ പ്രവാഹം എന്ന് പറയുന്നത്. ഇത്തരം വാതകങ്ങൾ ഒന്നും തന്നെ വളരെ ഉയർന്ന അളവിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നില്ല. ഹരിതഗൃഹ പ്രഭാവത്തിന് ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗൃഹ പ്രവാഹത്തിന് അല്ലെങ്കിൽ ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. ഗംഗാ സംഗമം എന്ന് പറയുന്നത് നമുക്കറിയാം. ഗംഗാ സംഗമം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഗംഗാ നദി, ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നും എടുത്ത് പറഞ്ഞു പോയതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞ പോയിന്റ്സ് ആണിത്. അളകനന്ദ, അതേപോലെ തന്നെ ധൗളി ഗംഗ കൂടി ചേർന്നാണ് വിഷ്ണുപ്രയാഗ് ഉണ്ടാകുന്നത്. അളകനന്ദയും നന്ദഗിനിയും കൂടി ചേർന്ന് നന്ദപ്രയാഗ്, അളകനന്ദയും പിണ്ടാർ നദിയും കൂടി ചേർന്നാണ് കർണപ്രയാഗ്, അളകനന്ദയും മന്ദാകിനിയും ചേർന്നാണ് രുദ്രപ്രയാഗ്, അളകനന്ദയും ഭഗീരഥയും കൂടി ചേർന്നാണ് നമ്മളിത് ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞ നമ്മുടെ ഓപ്ഷനിലുള്ള ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, അളകനന്ദ, ഭഗീരഥി എവിടെ വെച്ചാ കൂടിച്ചേരുന്നത്? ദേവപ്രയാഗിൽ വെച്ചാണ് അത് കൂടിച്ചേരുന്നത്. ഗംഗ, യമുന, സരസ്വതി ആണ് പ്രയാഗ്രാജ്. ഓക്കെ, പ്രയാഗ്രാജ് എന്ന് പറയുന്നത്
ഗംഗ, യമുന, സരസ്വതി. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 4 ഓപ്ഷനുകളിലും നമ്മൾ 4 പോയിന്റ്സുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായി കിട്ടി എന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം താഴെ പറയുന്നവയില്. സമുദ്രജല പ്രവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രജലം സ്ഥിരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിലയിടങ്ങളിൽ തിരശ്ചീനമായും മറ്റു ചിലയിടങ്ങളിൽ താഴേക്കും മറ്റു പലയിടങ്ങളിൽ മുകളിലേക്കുമാണ് ഈ ചലനങ്ങൾ എന്ന് പറയുന്നത്. നദീപ്രവാഹം പോലെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ജലത്തിന്റെ ഒഴുക്കിനെയാണ് സമുദ്രജല പ്രവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സമുദ്രജലം മൊത്തം ജലവും 1800 വർഷത്തിലൊരിക്കൽ പൂർണ്ണമായും കൂടിക്കലരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, അടുത്തൊരു എക്സാമിന് ഷോർട്ടായിട്ടും ചോദിക്കാം. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹമാണ് അവിടുത്തെ. ഉത്തര മധ്യരേഖാ പ്രവാഹം, കുറേഷ്യോ പ്രവാഹം, നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം, കുറേഷ്യോ പ്രവാഹം, പൂർവ്വ ആസ്ട്രേലിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. ഇനി അവിടുത്തെ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെറു പ്രവാഹം അല്ലെങ്കിൽ അതിനെ ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നതോ, അടുത്തത് കാലിഫോർണിയ പ്രവാഹം, അതേപോലെ ഒയാഷിയോ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. ഇത്രയാണ് ഏത് നമ്മുടെ പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. അതായത് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഇത്രയും. അതേപോലെ തന്നെ എന്താണ് ശീതജല പ്രവാഹങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നോക്കാം. ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, ഉത്തര മധ്യരേഖ പ്രവാഹം എന്ന് പറയുന്നത്. ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ പ്രവാഹം, മധ്യരേഖാ പ്രവാഹം. അത്രയാണ് എന്ത് ഉഷ്ണജല പ്രവാഹത്തിൽ വരുന്നത്. ഇനി അടുത്തത് ശീതജല പ്രവാഹത്തിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, ബൻഗൊലെ പ്രവാഹം. ഇത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്? ശീതജല പ്രവാഹത്തിൽ വരുന്നത്. അപ്പൊ ശീതജല പ്രവാഹത്തിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഉഷ്ണജല പ്രവാഹങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അഹുൽഹസ്. അതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ കിടക്കുന്നത്. നോക്കിയേ, അതായത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹം ഏതാന്ന് ചോദിച്ചാൽ അതാണ് അഗുൽഹാസ് പ്രവാഹം. അഗുൽഹാസ് പ്രവാഹം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അഗുൽഹാസ് ആണ്. അപ്പോൾ ബാക്കി പ്രവാഹങ്ങളാണ് ഏതൊക്കെ? പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. അത് ശീതജല പ്രവാഹമാണ്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിൽ വന്നതാണ് ഈ പറയുന്നത് ഏത്? അഗുൽഹാസ് പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്ത പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ്. സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കറിയാം നമ്മളിത് എപ്പോഴും എന്ത് ചെയ്തേക്കുന്നതാണ്, പഠിച്ച് സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ തന്നെ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എന്താണ് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം ഏതൊക്കെയാന്നുള്ളത്. അതിന്റെ ഓരോ ഓപ്ഷൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് നമ്മുടെ സിന്ധു എന്ന് പറയുന്നത്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികളാണ് ഏതൊക്കെ? സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, അപ്പോൾ സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പൊ തന്നെ വന്നു സിന്ധു നദിയുടെ പോഷക നദിയിൽ ഒന്നാണ് എന്ത്? സത്ലജ്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ട് ഒഴുകി പാകിസ്ഥാനിൽ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ചില്ലർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങൾ നമുക്ക് നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, റാവത്പട്ട രാജസ്ഥാൻ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഓർത്തു വെച്ചോ മക്കളെ, ഉറപ്പായിട്ടും ചോദിക്കും. കൽപ്പാക്കം തമിഴ്നാട്, നെരോറ ഉത്തർപ്രദേശ്, കാക്രാപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, കൂടംകുളം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ആണ് കാമിനി എന്ന് പറയുന്നത് കൽപ്പാക്കം. അപ്പൊ എന്താണ്
തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അത്. ഇനി അടുത്തത് എന്താണ്? ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1960 മെയ് 1-നാണ്. തലസ്ഥാനം നമുക്കറിയാം ഗാന്ധിനഗറാണ്. അഹമ്മദാബാദ് അല്ല, ഹൈക്കോടതിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, അഹമ്മദാബാദ്. തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ഏഷ്യൻ സിംഹമാണ്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതെവിടെയാണ്? നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്നത്. ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം ആനന്ദാണ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്. ഓക്കെ, ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ദാണ്ഡിയ, ഗർഭ, രാസലീല. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ചോദ്യം. ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ദാണ്ഡിയ, ഗർഭ, രാസലീല. അലാങ് നമുക്കറിയാം, ഇന്ത്യയുടെ കപ്പൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കപ്പൽ പൊളിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതാണ് എവിടെ എന്ന് പറയുന്നത്? അലാങ് എന്ന് പറയുന്നത്. അതായത് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? അലാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ദാമൻ ആൻഡ് ദിയു. ഓക്കെ, അപ്പോൾ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ദാമൻ ആൻഡ് ദിയു. നമുക്കറിയാം ഇന്ത്യയുടെ സമയരേഖ അല്ലെങ്കിൽ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ രേഖാംശ രേഖ, അക്ഷാംശ രേഖ, ഭൂമധ്യരേഖ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സമയം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖയാണ് രേഖാംശ രേഖ. ഇനി ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഈ പറയുന്ന രേഖ എന്ന് പറയുന്നത്, അതായത് രേഖാംശ രേഖ. അടുത്തുള്ള രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 മിനിറ്റ് അല്ലെങ്കിൽ 1 ഡിഗ്രിയാണ് അടുത്തുള്ള രേഖാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മൊത്തം രേഖാംശ രേഖകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 360 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവാംശ രേഖാംശം. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1 ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ എന്താണ്? ഒരു ടൈം സോൺ ആണ് നിലവിലുള്ളൂ. 82.5 പൂർവ്വ രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് അലഹബാദ്, ഉത്തർപ്രദേശ്, കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോൾ അലഹബാദിലെ ഉത്തർപ്രദേശും കാക്കിനഡ ആന്ധ്രാപ്രദേശുമാണ് 82 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മാനക രേഖാംശം കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൂടെയാണ് മാനക രേഖാംശം കടന്നു പോകുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ, നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി, 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം 2 മണിക്കൂറാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് ഏകദേശം 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയം വ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോഴും 1 മണിക്കൂർ വ്യത്യാസപ്പെടുന്നു. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയ മേഖല ഏതാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. ചായ് ബഗാൻ സമയമേഖല. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖല അറിയപ്പെടുന്ന പേരാണ് ചായ് ബഗാൻ സമയമേഖല. അപ്പോൾ ചായ് ബഗാൻ സമയമേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയമേഖലയാണ് ചായ് ബഗാൻ സമയമേഖല. ഓക്കെ, ഓർത്തു വച്ചോ, 1 മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ചക്രവാതങ്ങൾ എന്നാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത്. സൈക്ലോൺ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിന്റെ ചുരുൾ എന്നാണ്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാതം എന്ന പേര് നൽകിയ വ്യക്തിയാണ് ഹെൻറി പിഡിങ്ടൺ. ഓക്കെ, അപ്പോൾ ഹെൻറി പിഡിങ്ടൺ ആണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാതം എന്ന പേര് നൽകിയത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ആര്? ഹെൻറി പിഡിങ്ടൺ. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം അതിനു ചുറ്റുമായി
ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് വീശുന്നു. ഓക്കെ, കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ്. കോറിയോലിസ് പ്രഭാവത്താൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലുമാണ്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചക്രവാതങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഉഷ്ണമേഖല ചക്രവാതങ്ങളെന്നും അതേപോലെ തന്നെ മിതോഷ്ണ മേഖല ചക്രവാതങ്ങളെന്നും. അപ്പോൾ ഉഷ്ണമേഖല ചക്രവാതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈക്ലോൺ എന്ന പേരിൽ, അറ്റ്ലാന്റിക് സമുദ്രം ഹരിക്കെയിൻസ്, പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശം തെക്കൻ ചൈന കടലും ടൈഫൂൺ. ഇനി പശ്ചിമ ആസ്ട്രേലിയൻ സമുദ്രമാണെങ്കിൽ വില്ലി വില്ലീസ് എന്ന പേരിലാണ്. ഓക്കെ, ഇനി പ്രധാന ചക്രവാതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിക്കെയിൻ വീശുന്നത് വെസ്റ്റ് ഇൻഡീസിലേക്കാണ്. ഹരിക്കെയിൻ വീശുന്നത് വെസ്റ്റ് ഇൻഡീസ്. വില്ലി വില്ലീസ് എവിടെയാണ് വീശുന്നത് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ്. ടൊർണാഡോ വീശുന്നത് അമേരിക്കയിലേക്കാണ്. ടൊർണാഡോ എന്ന് പറയുന്നത് വീശുന്നത്. അടുത്തത് ഹാരിക്കെയിന്റെ തീവ്രത രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സാഫിർ സിംപ്സൺ സ്കെയിൽ എന്ന് പറയുന്നത്. ചോർപ്പിന്റെ ഫണൽ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ചക്രവാതമാണ് ടൊർണാഡോ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ. ഇനി ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഐക്യ നാടുകളിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത്, ഈ പറയുന്ന നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് മേഖലയിൽ വീശുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. അറ്റ്ലാന്റിക് മേഖല ഏതാണ്? ഹരിക്കെയിൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരുകൾ ഒന്നുകൂടി ഓർത്തു വച്ചോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രമാണ് ഹരിക്കെയിൻസ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ. പശ്ചിമശാന്ത സമുദ്ര പ്രദേശം തെക്കൻ ചൈന കടലിലെ ടൈഫൂൺ ആണ്. പശ്ചിമ ആസ്ട്രേലിയൻ സമുദ്രത്തിലാണെങ്കിൽ വില്ലി വില്ലീസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചോ. അതേപോലെ തന്നെ ബാക്കിയുള്ളത്, അതായത് പ്രധാന ചക്രവാതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് ഓർത്ത് വെച്ചോ. ഹരിക്കെയിൻ വെസ്റ്റ് ഇൻഡീസ്, വില്ലി വില്ലീസ് ഓസ്ട്രേലിയ, ടൊർണാഡോ അമേരിക്ക. ഹരിക്കെയിൻ തീവ്രത രേഖപ്പെടുന്ന ഉപകരണമാണ് സാഫിർ സിംപ്സൺ സ്കെയിൽ എന്ന് പറയുന്നത്. ചോർപ്പിന്റെ ഫണൽ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഒരു ചക്രവാതമാണ് ടൊർണാഡോ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ. ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അടുത്തൊരു എക്സാമിന് മുമ്പ് പഠിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും അവയുടെ 4 ഓപ്ഷനുകളുടെയും ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ പഠിച്ചത്. വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്തേണ്ട, ചർച്ച ചെയ്തു പോയേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിലേക്ക് മറ്റൊന്നും നോക്കണ്ട. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 4 ഓപ്ഷനുകൾ എങ്ങനെയാണോ വരുന്നത് ആ 4 ഓപ്ഷനുകളും ഓരോന്നും എടുത്ത് പഠിക്കുക. അതിന്റെ ആൻസറുകൾ നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക്, അതായത് ഇനിയുള്ള എക്സാമുകളിൽ ഇതിന്റെ കണക്റ്റിംഗ് ഫാക്റ്റ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. കാരണം അങ്ങനെയാണ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റഡ് ദ ഹിസ്റ്ററി എന്ന് പറയുന്നത്. കാരണം 2017 അങ്ങനെ തന്നെ ചോദിച്ചു, 2021 അങ്ങനെ തന്നെ ചോദിച്ചു, ഇനി 2024 ഈ ഒരു എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കാം ചാൻസ്. നമുക്ക് എന്തായാലും ഇത് ഒന്ന് എന്ത് ചെയ്യുക, മൊത്തം 4 ഓപ്ഷൻ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നോട്ട് നമ്മുടെ വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഇത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ എല്ലാവരും നിങ്ങളുടേതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്ക്, അതേപോലെ തന്നെ കമന്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാനിത് ഈ വീഡിയോ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണുകയാണ്, അതേപോലെ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി പാർട്സ്, അതായത് ഏകദേശം ഇനി വരുന്ന മാത്സ് ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരങ്ങൾ കൂടി നമുക്ക് ചെയ്തു പോകാം 4 ഓപ്ഷനുകളും വെച്ച്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്, എല്ലാവരും കാണുകയാണ് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം.
അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് പാർട്സ് കൂടിയും കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. സയൻസ് ആണ് ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കാനുള്ളത്. സയൻസിലെ ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.